ചോദ്യത്തിൽ പറഞ്ഞത് ഹൈലും നിഫാസ് അല്ലാത്ത രൂപത്തിലുള്ള കിതാബുകൾ പറഞ്ഞ മുസ്തഹാലത്ത് അതിൻ്റെ വിധിയായിരിക്കുമല്ലോ ഉണ്ടാവാം. ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ രോഗരക്തം എന്ന് പറഞ്ഞാൽ സാധാരണ ഹൈലിൻ്റെ സമയം കൂടി വന്നാൽ 15 ദിവസമാണ്. അപ്പോൾ അതിൽ 15 ദിവസത്തിനേക്കാളും കൂടുതൽ രക്തം വരുന്ന അവസ്ഥ, അതുപോലെ ചുരുങ്ങിയത് ഒരു പകലും ഒരു ദിവസമാണല്ലോ 24 മണിക്കൂർ, അതിലും കുറഞ്ഞ് രൂപത്തിൽ രക്തം വരിക. പിന്നെ 2 ശുദ്ധിയുടെ ഇടയിലുള്ള സമയം ചുരുങ്ങിയത് 15 ദിവസം ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെയും വരിക. ഇങ്ങനൊക്കെ പിന്നെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ വിധികൾ ആദ്യമായിട്ട് ഉണ്ടാകുന്നവർക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നവരാണെങ്കിൽ കട്ടിയുള്ള രക്തവും കട്ടിയില്ലാത്ത രക്തവും തിരിച്ചറിയാൻ കഴിയുന്നവരാണെങ്കിൽ കട്ടിയുള്ള രക്തം ഹൈലായിരിക്കും, കട്ടിയില്ലാത്ത രക്തം അത് ഇസ്തിഹാലത്തായിരിക്കും. അപ്പോൾ ഹൈലിൻ്റെ രക്തം വരുന്ന സമയത്തുള്ള നിസ്കാരം നോമ്പും വേണ്ട. അല്ലാത്ത രക്തം വന്ന സമയത്തുള്ള നിസ്കാരം ഉണ്ടെങ്കിൽ അത് നിസ്കരിക്കണം. എങ്ങനെയാന്ന് പറഞ്ഞാൽ അറിയാലോ, അത് കൂടുതൽ വാസന കൂടുതലുണ്ടാവും, അതുപോലെ നിറം കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണത് തിരിച്ചറിയാൻ പറ്റും. ഇനിയിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാകുന്നവരാണ് പക്ഷെങ്കിൽ രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്തവരാണെങ്കിൽ അവളുടെ ഹൈള് ഒരു ദിവസമായിട്ടാണ് കൂട്ടുക. ഒരു ദിവസം ഹൈളായിട്ട് കൂട്ടും, ബാക്കി 29 ദിവസവും ശുദ്ധിയുള്ളതായിട്ടാണ് കൂട്ടുക. അവ വരുന്ന രക്തം ഇസ്തിഹാലത്തായിട്ട് കൂട്ടും, 2 രക്തവും തിരിച്ചറിയാൻ പറ്റാത്തവരാണെങ്കിൽ. ഇനി സാധാരണ ഹൈലുണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അതായിരിക്കുമല്ലോ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനത്തെ നമ്മളീ പറഞ്ഞ കട്ടിയുള്ള രക്തവും അല്ലാത്തതും വേർതിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കും അതിൻ്റെ വിഷയം ഉണ്ടാവുക. ഇനി 2 രക്തവും തിരിച്ചറിയാൻ പറ്റാത്തവളാണ്, മുമ്പ് ഹൈലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പതിവുള്ള സ്ത്രീകളാണെങ്കിൽ അവൾ മുമ്പ് സാധാരണ എത്ര ദിവസമാണോ ഹൈല് അവൾക്കുണ്ടാവല് അത് കൃത്യമായിട്ട് അറിയെങ്കിൽ അത്രയും ദിവസം ആയിരിക്കും അവളുടെ ഹൈല്. അതിലപ്പുറം വരുന്ന രക്തം ഇസ്തിഹാലത്തായിട്ട് കൂട്ടും. അപ്പോൾ ഹൈലിൻ്റെ അത്രയും സമയത്തുള്ള നിസ്കാരം നോമ്പ് വേണ്ട. ഇസ്തിഹാലത്താണെങ്കിൽ ആ സമയത്ത് നിസ്കാരം നോമ്പ് നിർബന്ധമാണ്. അവർ എന്ത് ചെയ്യണം, നിത്യാശുദ്ധിക്കാർ എന്നുള്ള രീതിയിൽ എപ്പോഴും രക്തം വരുന്ന ആളാണെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയത്ത് ബാങ്ക് കൊടുത്തതിന് ശേഷം അവിടെ പഞ്ഞി വെച്ച് ഭദ്രമായി കെട്ടി ഉടനെ നിസ്കരിക്കും. അങ്ങനെയാണല്ലോ. ഇനി അവൾക്ക് സാധാരണ ഹൈല് തുടങ്ങുന്ന സമയവും ഇത്ര സമയം ഉണ്ടാവല്ലോ എന്നൊന്നും അറിയാത്തവളാണെങ്കിൽ അവൾ ചില വിഷയത്തിൽ ഹൈലുകാരെ പോലെയാണ്, ചില വിഷയത്തിൽ ശുദ്ധിയുള്ളവളെ പോലെയാണ്. പിന്നെ നിസ്കാരം നോമ്പ് അങ്ങനെ നിയത്ത് ആവശ്യമുള്ള ഇബാദത്തിലൊക്കെ അവൾ ശുദ്ധിയുള്ളവളെ പോലെയാണ് കണക്കാക്കുക. അപ്പോൾ അങ്ങനത്തെ എപ്പോഴും നിസ്കരിക്കുകയും വേണം, നോമ്പെടുക്കുകയും വേണം. മാത്രമല്ല അങ്ങനത്തെ